പെട്ടെന്ന് എടുത്തുകൊണ്ട് കിടക്കുക എന്ന് പറഞ്ഞിട്ട് നിസ്സാര കാര്യമല്ല. ഇതാണ് ലെഡ് ആസിഡ് ബാറ്ററി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നല്ല വെയിറ്റ് കേട്ടോ. നമ്മൾ ഇൻവെർട്ടറിൻ്റെ ഈ ബാറ്ററി നന്നാക്കി ഒന്ന് എടുത്താലോ. കംപ്ലൈൻ്റ് ആയി കളയാൻ വെച്ചേക്കുന്ന സാധനമാണ്. പക്ഷെ നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു 10-200 രൂപ 250 രൂപ ചിലവാക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇത് ശരിയാക്കി എടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അന്നേരം ഞാൻ ഇത് കാണിച്ചു തരാൻ പോവുകയാണ്. എടുത്തുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല കേട്ടോ. നല്ല വെയിറ്റാ. ഇപ്പം ലിഥിയം ബാറ്ററിയൊക്കെ വന്നതുകൊണ്ട് ഇതിൻ്റെ 4 വെയിറ്റ് പോലും കാണത്തില്ല. അന്നേരം ഏകദേശം 12,000 രൂപ അടുപ്പിച്ച് വിലയുണ്ട്. അന്നേരം പുതിയ ബാറ്ററി മേടിക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പം എന്നെ കൂടി പറ്റത്തില്ല. അന്നേരം വളരെ ചിലവ് ചുരുക്കി ഒരു 300-500 രൂപയ്ക്കകത്ത് നമുക്കിത് ഇങ്ങനെ സ്വയമേ സർവീസ് ചെയ്തെടുക്കാം. കംപ്ലൈൻറ്റ് മാറ്റിയെടുക്കാം. ഒരു 3-4 വർഷം കൂടെ എക്സ്ട്രാ കിട്ടിയ നല്ലതല്ലേ. ഇപ്പോൾ ഏകദേശം 8 വർഷത്തിന് മേളിൽ പഴക്കമുള്ള ബാറ്ററിയാണ്. ഒന്ന് വിചാരിച്ചാൽ ശരിയാക്കി എടുക്കാം. അന്നേരം ബാറ്ററി റീകണ്ടീഷൻ ചെയ്തെടുക്കാൻ വേണ്ടി ഏറ്റവും ചിലവ് ചുരുക്കി എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അന്നേരം നമ്മളെ വീട്ടിൽ കിട്ടുന്നതും നമ്മളെ ചുറ്റുപാട് കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ബാറ്ററി റീകണ്ടീഷൻ ചെയ്തെടുത്ത് ഏകദേശം 3-4 വർഷം കൂടെ നമുക്ക് എക്സ്ട്രാ ഉപയോഗിക്കാൻ പറ്റും. അന്നേരം ഇത്ര ഐറ്റം വേണം നമുക്ക് കേട്ടോ. ഒരു ബൾബ് വേണം കേട്ടോ. ഇതാണ് ഒരു ബൾബ്. നമ്മളെ ടൂൽ വർക്ക്ഷോപ്പിൽ ചെന്നാലോ അല്ലെങ്കിൽ പഴയ ബൾബ് കിട്ടും, അല്ലെങ്കിൽ സ്പെയർ പാർട്സ് ഇടയിൽ ചെന്നാൽ പഴയ ബൾബ് കിട്ടും, അല്ല പുതിയ ബൾബ് കിട്ടും. വലിയ വിലയൊന്നുമില്ല, 10-15 രൂപയുടെ കേസേ ഉള്ളൂ. ഇതൊരു വയറെടുത്ത് സോൾഡർ ചെയ്ത് ഒട്ടിച്ചെടുക്കണം. വീട്ടിൽ കിട്ടുന്ന സാധനമാണ് കത്തി. ഓക്കെ, വേറെ ടൂൾസൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ കത്തി എടുത്തത്. പിന്നെ മഗ്നീഷ്യം സൾഫേറ്റ് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുന്നതാണ്. ചെന്നാൽ ഉറപ്പായിട്ട് എല്ലാ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന സാധനമാണ് മഗ്നീഷ്യം സൾഫേറ്റ്. പിന്നെ അതാണ്ടേ ബേക്കിംഗ് സോഡ. ഇത് നമ്മളെ എല്ലാ കടയിലും കിട്ടുന്ന ഏതാ നമ്മളെ പലചരക്ക് കടയിലും കിട്ടുന്ന സാധനമാണ് ബേക്കിംഗ് സോഡ. അറിയാമല്ലേ? അന്നേരം അത്. പിന്നെ മൾട്ടിമീറ്റർ നിർബന്ധമില്ല. അന്നേരം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് മൾട്ടിമീറ്റർ എടുത്തേക്കുന്നത്. പിന്നെ ഡിസ്റ്റിൽഡ് വാട്ടർ നമ്മളെ പെട്രോൾ പമ്പിൽ അല്ലെങ്കിൽ സ്പെയർ പാർട്സ് ഷോപ്പുകളിൽ കിട്ടുന്ന അല്ലെങ്കിൽ ബാറ്ററി കടയിൽ കിട്ടുന്ന ഒരു സാധനമാണ് ഈ കാണുന്ന ബാറ്ററി വാട്ടർ. ഏകദേശം ഒരു 140 രൂപയ്ക്കകത്ത് വിലയുള്ളൂ. ഇത്ര ഐറ്റം മതി നമുക്ക് കേട്ടോ. അന്നേരം ഇത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഈ ബാറ്ററി റീകണ്ടീഷൻ ചെയ്യാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. കണ്ടോ, എൻ്റെ ബാറ്ററി 150 AH ആണ്. 150 AH ബാറ്ററി നമുക്ക് എങ്ങനെ സർവീസ് ചെയ്തെടുക്കാം. അടുത്തോട് വന്നേ. ഇതിനെ ഒന്ന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഉണ്ടോ ഇവിടെയൊക്കെ നമ്മൾ ചെറിയ ക്ലാവ് പോലെയൊക്കെ ആയി. ഇതൊരു വാട്ടർ ഗേജാണ് കേട്ടോ. ഇതിനകത്ത് നമ്മൾ വെള്ളം നിറച്ചിട്ട് അതിൻ്റെ ലെവൽ അറിയുന്നൊരു ഗേജാണ്. ഇതൊക്കെ നമുക്ക് ഇനി ഇളക്കിയെടുക്കാം. ഏകദേശം 8-9 വർഷത്തോളം പഴക്കം വന്നേ. അത് കറക്റ്റായിട്ട് ഇതിനകത്തുള്ള വെള്ളം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഡിസൽട്ടർ വാട്ടറിൽ ബാറ്ററി വാട്ടർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും വർഷം ഇത് ലാസ്റ്റ് ചെയ്തത്. അല്ലെങ്കിൽ ഒരു 4-5 വർഷം കഴിയുമ്പോൾ ബാറ്ററി ഡെഡായി പോകേണ്ടതാണ് കേട്ടോ. അന്നേരം ഇവനെല്ലാം നമ്മൾ ഇളക്കി മാറ്റി. അടുത്ത നമുക്കിതാ ഇതിനകത്തേ നമ്മൾ ഈ ഡിസ്റ്റിൽ വാട്ടർ ഉണ്ടല്ലേ ഒഴിക്കുന്ന ഈ ഒരു ഹോളുണ്ടല്ലേ, ഇതിൻ്റെ ഈ അടപ്പെല്ലാം നമുക്ക് എടുക്കണം കേട്ടോ. ഇതെല്ലാം നമുക്ക് തുറന്നെടുക്കണം. നല്ല സ്ഥലത്തൊക്കെ വെച്ച് എടുക്കാൻ പറ്റിയ സാധനമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല വെയിറ്റ് എടുത്തു നടക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഈ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെച്ച് അങ്ങ് ചെയ്യാൻ തീരുമാനിച്ചത്. നമ്മൾ ഇവനെ എല്ലാം അങ്ങ് തുറക്കണം. നമുക്ക് 1 രൂപ കോയിൻ ഉണ്ടെങ്കിലും നമുക്കിത് തുറക്കാൻ പറ്റും കേട്ടോ. ഇപ്പം നിലവിൽ കത്തി വെച്ചാണ് ഞാൻ പറയില്ല നമ്മൾ വീട്ടിൽ കിട്ടുന്ന ഐറ്റങ്ങൾക്ക് ഉപയോഗിച്ചാണ് ഇത് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നമ്മളിതാ ഇവനെ അങ്ങോട്ട് തിരിക്കണം. തിരിച്ചിട്ട് പതുക്കെ അങ്ങോട്ട് ചരിച്ചിട്ട് ഇതിലെ വെള്ളം മൊത്തം അങ്ങ് ചോർത്തി കളയണം. ഡിസ്റ്റിൽ വാട്ടർ ഉണ്ടോ, ചില ആൾക്കാർക്ക് ഇത് നല്ലൊരു ചൊറിയും കേട്ടോ. ഉണ്ടോ, ഇത് കറുപ്പ് കണ്ടോ. ഈ കറുപ്പ് നിലവിൽ നമ്മൾ ക്ലീൻ ചെയ്തതിന് തോറും പിന്നെയും കൂടി വരുവാണെങ്കിൽ നമ്മൾ ഈ ബാറ്ററി ഡെഡായി അല്ലെങ്കിൽ കളയാനേ പറ്റത്തുള്ളൂ എന്ന രീതിയിലാവും കേട്ടോ. കുമിളകൾ പോകുന്നുണ്ടോ, കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ടോ, ഇവിടെ എല്ലാം കുമിള പൊങ്ങുന്നുണ്ടോ. നമുക്ക് പെട്ടെന്ന് എടുത്ത് ചരിക്കാനൊന്നും പറ്റിയ ഐറ്റം അല്ല കേട്ടോ ഇത്.
അന്നേരം ചില ആൾക്കാർക്ക് ഇതൊക്കെ കൈ ഇട്ടാൽ ചൊറിയും കേട്ടോ. അന്നേരം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കൈ ഗ്ലൗസ് ഇടുന്ന എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മൾ വെള്ളമെല്ലാം ചരിച്ച് കളഞ്ഞു. കാലിലൊന്നും പറ്റില്ലേ. അടുത്ത നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് ഇതിനകത്ത് വോൾട്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. നമുക്ക് 12 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. അന്നേരം വോൾട്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. അന്നേരം 20 വോൾട്ടിനകത്ത് ഞാൻ സെറ്റ് ചെയ്തു. അടുത്തോട്ട് വന്നേ. നമ്മളെ ഞാനത് പോസിറ്റീവ് നെഗറ്റീവും ഉണ്ട്. അന്നേരം ഇത് പോസിറ്റീവിൻ്റെ ടെർമിനലാണ്. ഇവിടെ നമ്മൾ വെക്കുകയാണ്. ഉണ്ടോ, ഇവിടെ നെഗറ്റീവിൻ്റെയാണ്, ഇവിടെയും വെച്ചു. അന്നേരം നോക്കേ 9.45 ഒക്കെ കാണിക്കുന്നത്. 10 വോൾട്ടൊക്കെ കാണിക്കുന്നത് കേട്ടോ. കണ്ടോ, 10 വോൾട്ടിനകത്താണ് കാണിക്കുന്നത്. ഞാൻ ഇപ്പം നിലവിൽ കണ്ടോ, ഇപ്പം 10 വോൾട്ട് 9, 10, 10.5 വോൾട്ടൊക്കെ കാണിക്കുന്നുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്ര നേരവും ഇത് ഇൻവെർട്ടറിൽ കിടന്നതാണ് ഈ ബാറ്ററി, എന്നിട്ടും അത്രയും വോൾട്ടേ കാണിക്കുന്നു. അന്നേരം ബാറ്ററി ക്വാളിറ്റി ഇല്ല. കറണ്ട് പോയി ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് ഇൻവെർട്ടർ ഓഫായി പോകും, കറണ്ട് ഇല്ല. അന്നേരം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ റീകണ്ടീഷൻ ചെയ്യാൻ പോവുകയാണ്. അതിന് നമുക്ക് ആദ്യം വേണ്ടത് പറഞ്ഞാൽ ബേക്കിംഗ് സോഡ, ഡിസ്റ്റിൽഡ് വാട്ടർ, ഇത് ഉപയോഗിച്ചാണ് നമ്മളിത് സർവീസ് ചെയ്യാൻ പോകുന്നത്. അന്നേരം നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ബക്കറ്റ് എടുത്തിട്ട് ഈ വെള്ളം ഒന്ന് ഇവിടെ അങ്ങ് ഒഴിക്കാം. കാരണം മറ്റേ ബാറ്ററി വാട്ടർ ഉണ്ടല്ലോ, ഇവിടെ മൊത്തം വീണ് മഴ പെയ്ത് നശിച്ച് കിടക്കുവാണേ. നമ്മൾ എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാവത്തില്ല. ഇത് 150 AH ഒരു ലെഡ് ആസിഡ് ബാറ്ററിയാണ്. അന്നേരം നമുക്ക് 150 ഗ്രാം ബേക്കിംഗ് സോഡ വേണം കേട്ടോ. 150 ഗ്രാം. ഇത് ഒരു 100 ഗ്രാമേ വരുന്നുള്ളൂ. നമ്മൾ 2 പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. ചില 60 രൂപയ്ക്കകത്ത് വിലയുള്ളൂ. അന്നേരം ഇവനെ അങ്ങോട്ട് പൊട്ടിച്ച് ഈ കാണുന്ന ബക്കറ്റിലോട്ട് ഇടാൻ പോവുകയാണ് നമ്മൾ. ഇതിപ്പം 100 ഗ്രാമാണ്. ഇട്ടു. ഇനി ഇതൊരു 50 ഗ്രാം, ഇതിൻ്റെ പകുതി എടുക്കണം. ഇത് 100 ഗ്രാമാണ് വരുന്നതേ. നമുക്ക് 150 ഗ്രാം മാത്രം മതി കേട്ടോ. ഇതിൻ്റെ പകുതി നമുക്ക് എടുക്കാം. ഇത്രയും 50 ഗ്രാമോളം ഇതിനകത്തുണ്ട് ഇനി കേട്ടോ. നമുക്ക് ഇതാണ് 150 AH ആകുമ്പോൾ 150 ഗ്രാമാണ് വേണ്ടത്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഡിസ്റ്റിൽഡ് വാട്ടറാണ്. ഇതിൻ്റെ പകുതി നമ്മൾ ഇതിനകത്ത് ഒഴിക്കുക. പകുതി നമ്മൾ ഇതിനകത്തോട്ടും ഒഴിക്കുക. പകുതി കൂടുതൽ പോയി. എന്നിട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ടൊന്ന് കലക്കണം. നിലവിൽ ഞാൻ കത്തിയിട്ട് ഉപയോഗിക്കുവാണേ. അന്നേരം ബേക്കിംഗ് സോഡ ഡിസ്റ്റിൽഡ് വാട്ടറിനകത്ത് ഞാൻ മിക്സ് ചെയ്തു. നമുക്ക് ഏകദേശം ഒരു 3000 രൂപ ഉണ്ടെങ്കിൽ ഈ ബാറ്ററി റീസെറ്റ് ചെയ്തെടുക്കാം, സർവീസ് ചെയ്തെടുക്കാം. പക്ഷെ അത്രയും പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെ വീട്ടിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. അന്നേരം ഇതല്ലേ എളുപ്പം. ഏകദേശം 500 രൂപയ്ക്കകത്ത് നിൽക്കും. 500 രൂപ വേണ്ട കേട്ടോ, 300-350 രൂപ മാത്രം മതി. അന്നേരം നമ്മൾ ബേക്കിംഗ് സോഡ ഡിസ്റ്റിൽഡ് വാട്ടറിനകത്ത് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഇവനെ ഇതിനകത്ത് നിറയ്ക്കാൻ പോവുക. നമുക്കിതിന് സൗണ്ട് കേൾക്കാൻ പറ്റും. ചെറിയൊരു സൗണ്ട് കേൾക്കും, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. ഈ ലെഡിൻ്റെ സൈഡിലേക്കായിട്ടൊരു ചെറിയൊരു കോട്ടിങ് വരും കാലക്രമേണ. അതുകൊണ്ടാണ് ഇത് ചാർജ് ആവാത്തത്. പതിഞ്ഞ് പൊങ്ങുന്ന നമുക്ക് കാണാൻ കഴിയും. ഉണ്ടോ? എൻ്റെ ഒരു കണക്കുകൂടൽ തെറ്റി കേട്ടോ. ഇത് പെരുമ്പയറൻ ബാറ്ററിയാണ്. ബാറ്ററി വാട്ടർ ഇച്ചിരി മണിയല്ല കയറിയത്. ഒരു ടിന്ന് ഫുൾ ഒഴിച്ച് തീർന്നു. ഞാൻ വിചാരിച്ചു 1/2 ടിന്ന് ഒഴിച്ചാൽ മതിയായിരിക്കും എന്ന് വിചാരിച്ചു.
അത് പറ്റത്തില്ല. 3 ടെൻ കൂടെ ഞാൻ പിന്നെ ഇപ്പോൾ മേടിച്ചുകൊണ്ട് വന്ന് ഒരു കാസ്റ്റിംഗ് സോഡ കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. കാസ്റ്റിംഗ് സോഡ അല്ല, സോറി, ബേക്കിംഗ് സോഡ. അന്നേരം ഇതിനെ കൂടെ പൊട്ടിച്ച് നമ്മൾ ഇടാൻ പോവുകയാണ്. ഇട്ട് ഞാൻ ഈ നിലവിലുള്ള ഈ 3 സെല്ല് മാത്രമേ ഫില്ല് ചെയ്തുള്ളൂ. ഇനി 3 ഞാൻ കിടക്കുവാണ്. അന്നേരം ഒന്നും കൂടെ പൊട്ടിച്ച് ഞാൻ ഒഴിക്കാൻ പോവുകയാണ് കേട്ടോ. അന്നേരം നിലവിൽ നമ്മൾ ഇത് ഇങ്ങനെ 150 AH ബാറ്ററി ആകുമ്പം 4 ക്യാൻ വേണം കേട്ടോ. നമുക്ക് 5 ലിറ്ററിൻ്റെ 4 ക്യാൻ വേണം ഡിസ്റ്റിൽ വാട്ടർ. ഓക്കെ, അന്നേരം അടുത്ത് നമ്മൾ ഇതിനകത്തോട് ഒഴിക്കുകയാണ്. നമ്മൾ ഇത്ര ഒഴിച്ചിട്ടേ നമുക്ക് ഇതിനെ ഇതിനകത്ത് ഒഴിച്ചിട്ട് ബാലൻസ് ഡിസ്റ്റിൽ വാട്ടർ ഫില്ല് ചെയ്യാം. ഒഴിക്കുവാണ്. പിന്നെ സ്മെല്ലൊക്കെ വരും കേട്ടോ. മാസ്ക് ഒക്കെ ഇട്ട് ഉപയോഗിക്കുക എന്നേ ഞാൻ പറയത്തുള്ളൂ. ചിലവർക്ക് പഴയ കുഴപ്പമില്ല, ചെറിയ സ്മെല്ലൊക്കെ വരും കെമിക്കൽ റിയാക്ഷത്തിൻ്റെ. നിറയണ്ടോ, ആവരിക്കാനൊന്നും ആയില്ല. അതും തീർന്നു. 2.5 ക്യാൻ തീർന്നു. അടുത്ത് പൊട്ടിക്കുവാണ് കേട്ടോ. തങ്ങി വന്നേ, അടുത്തോട്ട് വന്നേ. ഇതിനകത്തോട് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ടോ? കണ്ടോ, പതഞ്ഞ് പൊങ്ങുന്ന കാണാൻ പറ്റുമോ? എന്നിട്ട് ബേക്കിംഗ് സോഡ ഡിസ്റ്റിൽ വാട്ടർ മിക്സ് ചെയ്ത് നിറച്ച് ഫില്ല് ചെയ്തിരിക്കുവാണ്. ഏകദേശം ഒരു അരമണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു കെമിക്കൽ പ്രോസസ്സിങ് നടക്കും. ഇതിൻ്റെ ബബിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും താഴെ നിന്ന്. ആ ബബിൾസ് പൂർണ്ണമായിട്ട് വന്ന് തീരുമ്പം മാത്രം ഇത് ഫുള്ളി ചരിച്ച് കളയുക. നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം. നമുക്ക് സൂക്ഷിച്ച് നോക്കി അറിയാൻ പറ്റുന്നുണ്ടോ, ബബിൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് പൂർണ്ണമായിട്ടും ആ ഒരു കെമിക്കൽ റിയാക്ഷൻ കഴിഞ്ഞതിന് ശേഷമേ ഇത് ചരിച്ച് കളയാൻ പാടുള്ളൂ. ഏകദേശം 1.5 മണിക്കൂറോളം നമ്മൾ വെച്ച് കേട്ടോ. വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തുള്ള ഈ പറഞ്ഞ ലെഡിനകത്ത് ഒരുപാട് വേസ്റ്റ് സംഭവങ്ങൾ ഒരു ചെറിയ കോട്ടിങ്ങായിട്ട് പിടിക്കും. അതുകൊണ്ടാണ് ഇതിനകത്ത് ചാർജ് ചെയ്യാത്തത്. എന്നിട്ട് അത് ഫുള്ളി നമ്മൾ നേരത്തെ ബേക്കിംഗ് സോഡയും ഡിസ്റ്റിൽ വാട്ടറോടെ മിക്സ് ചെയ്ത് ഒഴിക്കുമ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് അത് ഫുള്ള് അലിഞ്ഞ് ഈ വെള്ളത്തിൽ ലയിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ ചരിച്ച് കളയാൻ പോവുക. കണ്ട് ഞെട്ടരുത്. പക്ഷെ ഇതൊന്നും ദേഹത്ത് കിട്ടരുത് കേട്ടോ. അത് കണക്ക് ഇത് ഹാൻഡിൽ ചെയ്യാവും. ഗ്ലൗസൊക്കെ ഉപയോഗിച്ച് വേണം ചെയ്യേണ്ടത്. ഞാൻ ചരിക്കുവാണ്. നോക്കണം, ചരിക്കുമ്പോൾ ഒന്ന് കുലുക്കുകയും വേണം. കണ്ടോ, കളർ കണ്ടോ? ഒന്നും കൂടെ കുലിക്കണം. വീണ്ടും നിവർത്തി വെക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പച്ചവെള്ളം ഒഴിച്ച് ഫുള്ളും ക്ലീൻ ചെയ്യണം. നമ്മൾ വീടിൻ്റെ മുമ്പിൽ വെച്ചാൽ ചെയ്തുകൊണ്ടിരുന്നത്. വീടിന് മുമ്പിൽ ചെടിയും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. നേരത്തെ ഒന്ന് ഒഴിച്ചത് അതിൻ്റെ ചെവിടിലോട്ടൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് ചെടിയൊക്കെ ഉണങ്ങിപ്പോവും. കാരണം അറിയാമല്ലോ സംഭവം. എന്നിട്ട് ഇതിനകത്തെല്ലാം ഞാനിപ്പം വീട്ടിൽ നിന്ന് പുറത്ത് റോഡിൻ്റെ സൈഡിലാണ് വെച്ച് ചെയ്യുന്നത്. നമ്മളങ്ങനെ വെള്ളം ഒഴിച്ച് നിറയ്ക്കുവാണ്. വീണ്ടും പച്ചവെള്ളം പൂർണ്ണമായിട്ടും പച്ചവെള്ളം നിറച്ച് വെച്ച് വെക്കുവാണ്. അത് എന്തിനാ അറിയാം, നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത് അതെല്ലാം അതിനകത്ത് ഒരുപാട് ഇനിയും കാണും, ഒരുപാട് വേസ്റ്റ്. അത് ഫുള്ള് ഈ വെള്ളത്തിൽ കൂടെ അങ്ങ് പുറത്ത് പോകണം. അത് ക്ലീൻ ആവുന്ന വരെ, എന്ന് വെച്ചാൽ അതിനകത്തൊരു ബ്ലാക്ക് സംഭവം വരും. അത് പോകുന്നത് വരെ നമ്മളിങ്ങനെ വെള്ളം കളഞ്ഞുകൊണ്ടിരിക്കണം. കണ്ടോ, ചെറിയ വ്യത്യാസം കണ്ടോ? എന്നിട്ട് പിന്നെ കുളിക്കണം. കുലുക്കിയിട്ട് ഇങ്ങനെ കൊണ്ട് ചരിക്കണം. കുഴപ്പമില്ല, ബാറ്ററി സെല്ലിനൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഉണ്ടായിരുന്നു ഇതിനകത്ത് കറുപ്പ് പിന്നെയും വന്നുകൊണ്ടിരുന്നേനെ. എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് ചരിക്കുമെന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടുള്ള കാര്യമാണ്. എന്നിട്ട് നമ്മൾ ചരിക്കുവാണ്. ഓ, കട്ടിങ്ങുണ്ട് കേട്ടോ.
അത് ഇനിയും വെള്ളം നിറയ്ക്കണം കേട്ടോ. കാരണം അത്യാവശ്യം കറുപ്പ് വന്നായിരുന്നു. എന്നിട്ട് അടുത്തൂടെ നിറച്ച് നമ്മൾ നോക്കണം ഇനി വരുമോ ഇല്ല എന്നുള്ളത്. നമ്മൾ വീണ്ടും വെള്ളം നിറയ്ക്കുക കേട്ടോ. വീണ്ടും വെള്ളം നിറച്ച് ഒന്നുകൂടെ കഴുകുകയാണ്. ആ കറുപ്പ് വീണ്ടും വീണ്ടും വരുവാണെങ്കിൽ നമുക്ക് ബാറ്ററിയുടെ പറയാൻ പറ്റത്തില്ല ഗ്യാരണ്ടി എത്രമാത്രം ഉണ്ടെന്നുള്ളതേ. കാരണം അകത്തുള്ള ലെഡും കൂടെ പൊടിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റത്തില്ല. അന്നേരം നമ്മൾ ഒന്നും കൂടെ ശ്രമിച്ച് നോക്കുകയാണ്. അങ്ങനെ നമ്മൾ രണ്ടാമതും വെള്ളം നിറച്ചിട്ടുണ്ട്. വെള്ളം നിറച്ച് ചരിച്ച് കളയുവാണ്. ഒന്ന് കുലുക്കണം കേട്ടോ. എന്നിട്ട് ചരിക്കുക. സെല്ലിൻ്റെ കാര്യം നമുക്ക് ഒരുവിധം പരിവായിരിക്കുവാന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു 8 വർഷത്തോളം പഴക്കമുണ്ട്. എന്നാലും നമ്മൾ ശ്രമിച്ചു നോക്കും. അടുത്ത നമുക്ക് ഇനി വോൾട്ട് നോക്കാം. നേരത്തെ കണ്ട് 10 അടുപ്പിച്ചുണ്ടായിരുന്നേ. 12 വോൾട്ട് വരേണ്ട താഴത്താണ് 10 ഉള്ളതേ. പ്ലസ് ടെർമിനൽ വെച്ചു, അടുത്ത് വെച്ചു. 9.3537 ഇത് കാണിക്കണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് സംഭവം ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ. അടുത്ത മഗ്നീഷ്യം സൾഫേറ്റ് ആണ് കേട്ടോ. മഗ്നീഷ്യം സൾഫേറ്റ് ഏകദേശം 400 ഗ്രാമിൻ്റെ ഒരു കവറാണ്. ഇത് ഏകദേശം ഒരു 50-60 രൂപ റേഞ്ച് മാത്രം വരുന്നതുള്ളതാണ്. എല്ലാം മെഡിക്കൽ സ്റ്റോറിലും കിട്ടുന്നതാണ്. ഇതിൽ നമ്മളൊരു 150 ഗ്രാം എടുത്ത്, ഞാൻ പറഞ്ഞു ഒരു ഏച്ചിന് 1 ഗ്രാം വെച്ച് മതി. അങ്ങനെ 150 ഗ്രാം എടുത്ത് ഞാൻ ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ പോവുകയാണ്. അതിനകത്ത് നമ്മളൊരു ബക്കറ്റ് എടുത്തു. വെള്ളം പൂർണ്ണമായിട്ട് വെള്ളം കളഞ്ഞിട്ട് മഗ്നീഷ്യം സൾഫേറ്റ് ഒരു 150 ഗ്രാം ഇതിനകത്തോട് തട്ടാൻ പോവുകയാണ്. നമ്മൾ നോക്കുമ്പോൾ പരലുപ്പ് പോലെ ഇരിക്കുകയെ സാധനമാണ്. ഉണ്ടോ? ഇതാണ് മഗ്നീഷ്യം സൾഫേറ്റ്. ഇതിന്ന് ഒരു 150 ഗ്രാം അളവെടുക്കാനുള്ള മെഷർമെൻറ്റ് ഉണ്ടെങ്കിൽ അതിങ്ങനെ എടുക്കാം. ഇത് ഞാൻ ജസ്റ്റ് അങ്ങനെ തട്ടിയിടുകയാണ്. 400 ഗ്രാമാണ് വരുന്നത്. ഇതൊരു 150 ഗ്രാം ഇത്രയും മതിയായിരിക്കും. ഇത്ര ഇട്ട് ബാക്കി മാറ്റി വേണ്ടോ. അതുകൊണ്ട് മാറ്റി വെച്ചു. ഇനി നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ നിറയ്ക്കാൻ പോവുകയാണ്. നമ്മൾ മൂന്നാമത്തെ ക്യാൻ തീർന്നു കേട്ടോ. അടുത്ത ക്യാൻ എടുക്കുകയാണ്. നമുക്ക് മിനിമം ഒരു 500, 600, 550, 600 രൂപയ്ക്കത് ചിലവുണ്ട് കേട്ടോ. എൻ്റെ കണക്കൂട്ടിൽ ആദ്യം തട്ടിയായിരുന്നു. ഓക്കെ, അന്നേരം നമ്മൾ ബാറ്ററി വാട്ടർ നിറച്ചിനകത്തായിട്ടുണ്ട്. ഒന്ന് കലക്കി കൊടുക്കാം. നമ്മൾ ബാറ്ററി ഒഴിക്കുവാണേ. ഒരു ഉപ്പ് അതിനകത്ത് ഒഴിച്ചു. അടുത്ത ഉപ്പ് അടുത്ത സെല്ലിനകത്ത് ഒഴിക്കുവാണ്. ഇത് കറക്റ്റ് ഈക്വലായിട്ട് ഈ സെല്ലെല്ലാം നിറയണം കേട്ടോ. അന്നേരം ഓരോ കപ്പ് വെച്ച് ഒഴിക്കുമ്പോൾ എല്ലാത്തിലും കറക്റ്റ് അളവാകും. പിന്നീട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ബാറ്ററി വാട്ടർ മേടിച്ച് ഒഴിച്ചാൽ മതി. നിറഞ്ഞില്ലെങ്കിൽ ഇത് നിറയാൻ ചാൻസ് ഇല്ല, ഇനിയും മേടിക്കേണ്ടി വരും. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ബാറ്ററിയുടെ കേജാണ് കേട്ടോ. നമ്മൾ ബാറ്ററി ലെവൽ അറിയുന്നതിൻ്റെ അതിൻ്റെ മെഷർമെൻറ്റ് അറിയുന്ന കേജാണ്. ഇവന് നല്ല രീതിയിൽ നിന്ന് വൃത്തിയാക്കി തിരിച്ച് സെറ്റ് ചെയ്യാം.
നമ്മളത് ആ മൗണ്ട് കറക്റ്റ് വൃത്തിയാക്കി എടുക്കുകയാണ്. ഒരു 4 മാസവും 5 മാസം കൂടുമ്പോൾ, അല്ല 2-3 മാസം കൂടുമ്പം ജസ്റ്റ് ബാറ്ററി വാട്ടർ ഒന്ന് എപ്പോഴും ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമുക്ക് കൊണ്ട് സെറ്റ് ചെയ്യാം. ഈ ഗേജിനകത്തെ ഒരു ടോപ്പിലായിട്ടൊരു പച്ച കാണും കേട്ടോ, തൊട്ട് താഴെയായിട്ട് റെഡും കാണും. ഈ റെഡിൻ്റെയും പച്ചയുടെയും ചുവപ്പിൻ്റെയും നടുക്ക് നിൽക്കുന്ന രീതിയിലായിരിക്കണം എപ്പോഴും ഇതിനകത്ത് വെള്ളം നിറഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അന്നേരം സെറ്റ് ചെയ്യുവാണ്. ചിലപ്പം വെള്ളം കുറവാണ് കേട്ടോ, താന്ന് കിടക്കുവാണ്. പഴയതാണ്, പൊട്ടിപ്പോയി കേട്ടോ കുറേ. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ബാറ്ററി വാട്ടർ ഒന്നും കൂടെ കുറച്ചും കൂടെ നിറയ്ക്കണം. കാരണം ഈ ഗേജെല്ലാം താന്ന് കിടക്കുവാണ്, ലെവലായിട്ടില്ല. എന്നിട്ട് നമ്മൾ ഒന്നും കൂടെ നിറച്ചു കൊടുക്കാൻ പോവുകയാണ്. പൊങ്ങിയിരുന്ന് നമുക്ക് കാണാൻ കഴിയും. ഗേജ് അടുത്തോട്ട് വന്നേ, എന്നിട്ട് ഈ ഗേജ് പൊങ്ങി വരുന്നത് കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ ബാറ്ററി വാട്ടർ ഫുള്ള് നിറച്ച് കഴിഞ്ഞു, എൻ്റെ ഗേജ് എല്ലാം ഇട്ട് കഴിഞ്ഞു. അടുത്ത് നമ്മൾ കണ്ടെന്ന് ഈ ടെർമിനൽ ഉണ്ടല്ലോ, ഈ ടെർമിനൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കത്തി വെച്ച് നൈഫോ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ ഒന്ന് ചുരുണ്ടി ഇതിൻ്റെ ആകുമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. കാരണം ഇതിനകത്ത് ക്ലാവ് പിടിച്ചിരിപ്പുണ്ട്. ഉണ്ടോ, നമുക്ക് ഇപ്പുറത്തും നമുക്ക് വൃത്തിയാക്കണം. നമ്മൾ ലാസ്റ്റ് ഇൻവെർട്ടറിലോട് സെറ്റ് ചെയ്യുന്ന സമയത്ത് സെറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ഗ്രീസോ അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലായ വാസലിനോ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, അങ്ങനെ 2 സൈഡും ക്ലീൻ ചെയ്തു. അടുത്ത് നമുക്ക് മൾട്ടിമീറ്റർ വെച്ച് ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. കണ്ടോണേ, ഉണ്ടോ 9.18 ഒക്കെ കാണിക്കുന്നു കേട്ടോ. 8 കാണിക്കുന്നു, 9.5 കാണിക്കുന്നു. ഓക്കെ, അന്നേരം ബാറ്ററി വാട്ടർ എല്ലാം ഫില്ല് ചെയ്തു, എല്ലാം നിറച്ച് കഴിഞ്ഞു. നമ്മളെ ക്യാപ്പ് എല്ലാം ഇട്ട് കഴിഞ്ഞു. അടുത്ത് നമ്മൾ റീചാർജ് ചെയ്യാൻ പോകും കേട്ടോ. റീചാർജ് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ഇൻവെർട്ടറിനത് ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ ചാർജർ ഉണ്ടെങ്കിൽ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യാം. കണ്ടോ, എൻ്റെ ഒരു ചാർജറുണ്ട്, പഴയ ഒരെണ്ണമാണ്. ഞാൻ അത് ഉപയോഗിച്ചാണ് ചാർജ് ചെയ്യാൻ പോകുന്നത്. 24 മണിക്കൂർ ഇത് ചാർജ് ചെയ്യണം, എന്നിട്ട് ഇത് ഡിസ്ചാർജ് ചെയ്യണം. അത് ഞാൻ പറഞ്ഞു തരാം, അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യമൊക്കെ. എന്നിട്ട് ഇപ്പം നമുക്ക് ഇത് ഫുൾ റീചാർജ് ചെയ്യണം. അത് ഞാൻ ഇപ്പോൾ ഒരു ചാർജർ ഉപയോഗിക്കുന്നുണ്ട്. ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ഇൻവെർട്ടർ ഉപയോഗിച്ചും ചെയ്യാം. പിന്നെ മാക്സിമം ഇതിൻ്റെ അടിയിൽ ഒരു എന്തെങ്കിലും ഇട്ടിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇതിനകത്ത് ഈ നിറച്ച് ബാറ്ററി വാട്ടറില്ലേ, ഇത് ഫുള്ള് കുറേയൊക്കെ ഇനി പുറത്ത് പോരും, ലീക്കായി പോകും. അത് വരാതിരിക്കാൻ നമുക്ക് ഇങ്ങനെ പുറത്തൊക്കെ വെച്ച് ചാർജ് ചെയ്ത് നല്ലതായിരിക്കും. കണ്ടേ, നമ്മൾ ചാർജർ എടുത്തു. ഞാൻ പറയാം, ഇൻവെർട്ടർ ഉള്ളെങ്കിൽ ഇൻവെർട്ടർ ചെയ്താൽ മാത്രം മതി. ഞാൻ നിർബന്ധിക്കത്തില്ല ഇങ്ങനെ ചാർജറിൽ തന്നെ ചെയ്യണമെന്ന്. ചാർജർ നമ്മൾ ഇൻവെർട്ടർ ആകുമ്പോഴത്തേക്ക് ചാർജ് ആയി കഴിഞ്ഞാൽ കട്ട് ഓഫ് ആകും. ഇതിങ്ങനെ കട്ട് ഓഫ് ആകത്തില്ല, 24 മണിക്കൂർ കറക്റ്റ് ചാർജ് ഇറങ്ങിക്കൊണ്ടിരിക്കും. ആണേ, ഇതിൻ്റെ പ്ലസും മൈനസുമാണ്. ബാറ്ററിയുടെ ടെർമിനൽ നോക്കി തന്നെ കണക്ട് ചെയ്യണം, തിരിഞ്ഞും പറഞ്ഞും പോയത്. പ്ലസ് വേണ്ടേ, കണ്ടോ ഇവിടെ പ്ലസ് എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ നമ്മൾ വേണ്ടേ ഈ ചാർജറിൻ്റെ ഈ എൻഡ് ഇവിടെ കണക്ട് ചെയ്യാൻ പോവുകയാണ്. സൈഡൊക്കെ വൃത്തിയാക്കണമെന്ന് പറയില്ല, സൈഡൊക്കെ വൃത്തിയാക്കിയ ബാറ്ററിയുടെ ടെർമിനലാണ് നമ്മൾ വെക്കുകയാണ്. ഇതിനകത്തുള്ള ഗ്രീസാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ അതിനകത്തൊന്നും ചെയ്യാത്തത്. പ്ലസും മൈനസും തിരിഞ്ഞു പോലെ. ഓക്കെ, അങ്ങനെ ടെർമിനൽ ഫസ്റ്റ് പ്ലസിനകത്ത് നമ്മളിത് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ പോസിറ്റീവ്. ഇനി അടുത്ത് നെഗറ്റീവാണ്. നെഗറ്റീവിനകത്ത് ഒരു ക്ലാമ്പിനെ പഴയ ചാർജറാണ്, ഇതിവിടെ കണക്ട് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ ചാർജർ ഓണാക്കാൻ പോവുകയാണ്. കണ്ടേ, എന്നിട്ട് നമ്മൾ ചാർജർ വെച്ച് കഴിഞ്ഞു. കണ്ടോ, ഇതിനകത്ത് ഒരു ആംബിയർ മീറ്റർ കാണാൻ കഴിയും. കണ്ടോ, കണ്ടേ, കറക്റ്റ് പ്ലസും മൈനസും നോക്കി തന്നെ കണക്ട് ചെയ്യണം. ഇത് മൈനസാണ്, ഇത് പ്ലസ് ആണ്, നോക്കി കണ്ട് കറക്റ്റായിട്ട് കണക്ട് ചെയ്യണം.
പിന്നെ വേറൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചാർജ് ആവും തോറും ഇതിനകത്തുള്ള ബാറ്ററി വാട്ടർ പുറത്തോട്ട് ഓവർഫ്ലോ ആവും. അന്നേരം ഇത് അടയ്ക്കാൻ പാടില്ല. ഈ അടപ്പെല്ലാം ഇവിടെ പുറത്തിരിക്കുകയാണ്, ഞാൻ അടച്ചിട്ടില്ല. ഉണ്ടോ, ഇത് ഫുൾ റീചാർജ് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ ഇത് അടയ്ക്കാൻ പാടുള്ളൂ. അന്നേരം ഇങ്ങോട്ട് വെച്ചു, നമ്മൾ ആ ചാർജറെല്ലാം കണക്ട് ചെയ്തു, ഓൺ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നോക്കേ, ഉണ്ടോ ആംബിയർ വർക്ക് ചെയ്യുന്നുണ്ടോ, ആംബിയർ കാണിക്കുന്നുണ്ടോ? ഇത് എന്താണ്ട് ഇതിനകത്ത് ആംബിയർ മീറ്റർ ഉണ്ട്, ചെറിയൊരു ആംബിയർ മീറ്റർ ഉണ്ട്. ഇതിപ്പോൾ കണ്ടോ 0-ൽ കിടക്കുകയാണ്. നമ്മൾ ചാർജർ കണക്ട് ചെയ്യുകയാണ്. ചാർജർ കണക്ട് ചെയ്തപ്പോൾ ആംബിയർ കാണിക്കുന്നുണ്ടോ? ഇത് നമ്മൾ ബാറ്ററി ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാം ഈ ബാറ്ററിയുടെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം. അന്നേരം അടുത്ത വീഡിയോയിൽ ഇത് കറക്റ്റായിട്ട് കാണിക്കുന്നതായിരിക്കും. അന്നേരം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കുകയും ചെയ്യരുത്. നമ്മൾ ഫേസ്ബുക്ക് ആണെങ്കിൽ ഫോളോ ചെയ്യാനും ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അന്നേരം വീട്ടിൽ ഉപയോഗശൂന്യമായ ബാറ്ററി ഉണ്ടെങ്കിൽ, നിലവിൽ കാറിൻ്റെ ബാറ്ററി ആയാലും നമ്മളെ ഇൻവെർട്ടർ ബാറ്ററി ആയാലും ഏതായാലും ഇതണക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിസ്സാര ചിലപ്പോൾ 500-600 രൂപയ്ക്ക് നിൽക്കും. അല്ലെങ്കിൽ ഒരു ബാറ്ററി പുതിയത് വാങ്ങണമെങ്കിൽ ഏകദേശം 12,000 രൂപ അടുപ്പിച്ച് വിലയുണ്ട്. അത്രയും പൈസ ചിലവാക്കണം. അത് ഇച്ചിരി മെനക്കേടും ഒരു 500-600 രൂപ ചിലവാക്കി കഴിഞ്ഞാൽ ഒരു 3-4 വർഷം ഒന്നും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ബാറ്ററി ആക്കി എടുക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ചിന്തിക്കുക, ഏകദേശം 8 വർഷം ബാറ്ററി പഴക്കമുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ബാറ്ററി റിക്കവർ ചെയ്തെടുക്കാൻ കഴിയും. ഓക്കെ, അന്നേരം നമ്മൾ ബാറ്ററി ചാർജ് ആയി 24 മണിക്കൂർ എടുക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം ഒന്നും നമ്മൾ ബാറ്ററി വാട്ടറിനകത്ത് തൊടാനൊന്നും പാടില്ല, അല്ലെങ്കിൽ തുരുമ്പടിക്കും. കണ്ടോ, ഇവിടെ കണ്ടോ, ഈ ബാറ്ററി വാട്ടർ ഫുള്ള് കുറേയൊക്കെ ലീക്കായി പുറത്തോട്ടും പോകും. അന്നേരം ഇവിടെ എല്ലാം ഒലിച്ച് നിലത്തൊക്കെ ആവും. അന്നേരം അകത്ത് വെച്ച് ചെയ്യാതെ പുറത്ത് വെച്ച് ചെയ്യുന്നതിന് വെച്ചാൽ ബെറ്റർ. പിന്നെ ചാർജർ ഇല്ലെങ്കിൽ ഡയറക്റ്റ് ഇത് കണക്ക് നമ്മൾ ഇൻവെർട്ടർ വെച്ച് തന്നെ ചാർജ് ചെയ്യാം. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ മൾട്ടിമീറ്ററോ കാര്യങ്ങളോ ഒന്നും കയ്യിലില്ലാത്തവരുണ്ടെങ്കിൽ കണ്ടേ ഇത് കണക്കൊരു ബൾബ് പിടിക്കുക, ജസ്റ്റ് ഒന്ന് സോൾഡർ എടുക്കുക. എന്നിട്ട് ഇത് നമ്മളെ അങ്ങോട്ട് ചാർജറിൻ്റെ ഈ ഭാഗത്ത് ഒന്ന് ടെർമിനകത്ത് വെക്കുക, ഇവിടെയും വെക്കുക. കണ്ടോ കത്തുന്നുണ്ടോ? ഇനി നമ്മളെ ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി ഇത് ഇൻവെർട്ടറിൻ്റെ വയറാണെന്ന് വിചാരിച്ചോ. ഇത് ടച്ച് ചെയ്യുക, ഇവിടെ വെച്ച് നോക്കുക. കണ്ടോ കത്തുന്നുണ്ടോ? ഇൻവെർട്ടറിൻ്റെ വയർ ആണെന്നും പറഞ്ഞ് കൊടുത്തു വെക്കുക. ഇൻവെർട്ടർ വർക്ക് ചെയ്യുമോ ഇല്ലയെന്ന് അറിയാം. എന്നിട്ട് നമുക്ക് മൾട്ടിമീറ്റർ ആവശ്യമില്ല. നമുക്ക് ബാറ്ററി നല്ലതാണോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് വയർ ഇവിടെ വെക്കുക, ഇവിടുത്തെ ടെർമിനലിലോട്ട് വെക്കുക. കണ്ടോ കത്തുന്നുണ്ടോ? ഇത് ബാറ്ററിക്ക് ചാർജ് ആവുന്നുണ്ട്, ഡെഡ് ആയിട്ടില്ല പൂർണ്ണമായിട്ടും. അന്നേരം നമ്മളെ ചാർജ് ചെയ്യാൻ പോവുകയാണ്. ഉണ്ടോ, ഇവിടെ കാണിക്കുകയും ചെയ്യും. അത് നമ്മൾ ഇൻവെർട്ടറിനകത്ത് ചാർജ് ആവുന്നുണ്ടോ ഇല്ലയെന്ന് കാണിക്കുകയും ചെയ്യും, ഡിസ്ചാർജിങ് കാണിക്കും ഇൻവെർട്ടറിനകത്ത്. കുറേ കാര്യം നമ്മൾ വിചാരിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുമെന്നേ ഉള്ളൂ. അന്നേരം അടുത്തൊരു വീഡിയോയിൽ ബാക്കി ഭാഗം ഇത് ചാർജായി ഇനി ഡിസ്ചാർജ് ചെയ്യണം. അത് ഫുൾ ചാർജ് ചെയ്തതിനു ശേഷം ഞാൻ ഫുൾ ഡിസ്ചാർജ് ചെയ്തിട്ട് പിന്നെ ഇൻവെർട്ടർ വെച്ച് ചാർജ് ചെയ്യും. അത് ഞാൻ അടുത്ത വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.